നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ്. കിയ സെൽട്ടോസിന്റെ ഏകദേശം 4358 വാഹനങ്ങളും റീകോൾ ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയറിലെ അതായത് CVT-യിലെ ഇലക്ട്രോണിക് ഓയിൽ പമ്പിലുള്ള ചെറിയ തകരാറാണ് തിരിച്ചു വിളിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത്. എന്താണ് റീകോൾ? ഈ വാഹനം കയ്യിലുള്ളവർ അല്ലെങ്കിൽ റീകോൾ ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ കയ്യിലുള്ളവർ പേടിക്കേണ്ടതുണ്ടോ? മിക്ക ബ്രാൻഡുകളും ഇത് ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റീകോൾ ചെയ്യുക എന്നത്. അപ്പോൾ എന്താണ് റീകോൾ? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കമ്പനി ഒട്ടുമിക്ക പരിശോധനകളും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വാഹനം റോഡിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ വിറ്റഴിക്കുന്നത്. ഇത്തരത്തിൽ വിറ്റഴിക്കുന്ന വാഹനങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം വാഹനങ്ങൾക്ക് പൊതുവായ എന്തെങ്കിലും തകരാറ് കണ്ടെത്തുകയാണെങ്കിൽ അതെന്താണെന്ന് റിസർച്ച് നടത്തി കണ്ടെത്തുകയും ആ ഒരു പാർട്ട്, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് ഓയിൽ പമ്പ്, ഈ ഒരു പാർട്ട് ഒരു പർട്ടിക്കുലർ ബാച്ച് നമ്പർ ഉണ്ടായിരിക്കുമല്ലോ. ആ ബാച്ച് നമ്പറിൽ ഏതൊക്കെ വാഹനങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത് അത് മുഴുവൻ തിരികെ വിളിച്ച് ആ പാർട്ട് സൗജന്യമായി മാറി കൊടുക്കുകയാണ് ചെയ്യുക. ഇതിനു മുന്നും പ്രമുഖ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ ഇതേപോലെ റീകോൾ